ഓഡി Q3 അല്ല? അതെ. ഇതെങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് നമ്മളത് Q3 2013 മോഡല്. ഓക്കെ. കേരള വണ്ടിയാ? അല്ല, നമ്പർ ആയതാ. ചേഞ്ച് ചെയ്ത ടാക്സ് കാര്യങ്ങളൊക്കെ അടച്ച വണ്ടിയാണ്. KL 10 മലപ്പുറം ടാക്സ് ആയതാണ്. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് നമുക്ക് അറൌണ്ട് 80,000 കിലോമീറ്റർ ഓടിയതാണ്. കറക്റ്റ് ഓട്ടായിരിക്കും. ജെന്യൂൻ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, അവൈലബിൾ ആണ്. പിന്നെ ഇത് ഓണർഷിപ്പ് നമുക്ക് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. പിന്നെ നമുക്ക് റേറ്റ് വരുന്നത് 11,40 ഫൈനലാക്കിയിട്ട് കൊടുക്കാൻ പറ്റും. നമ്പർ ആയ വണ്ടി കേട്ടോ, ടാക്സ് ചെയ്തോ. 11,40 ചോദിക്കുന്നത്. എന്തെങ്കിലും വില കുറയൂലേ? ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം ഈ ITR ഒക്കെ ഫയൽ ചെയ്യുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ എത്ര പൈസ വേണ്ടി വരും ഇറക്കാൻ? IT ഒക്കെ ഫയൽ ചെയ്യുന്ന മാക്സിമം ലോൺ കയറും. കാരണം നമ്പർ ചേഞ്ച് ആയ വണ്ടിക്ക് നമുക്ക് ഏകദേശം ഫുള്ള് കിട്ടും. 90% എന്തായാലും ചെയ്യാം. തന്നെ ചെയ്യാം. KL 14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വെടിച്ചില് കാറുകളുടെ ഒന്നൊന്നര തീപാറുന്ന കളക്ഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. റിച്ച് ടീമിന് പറ്റിയ ഓഡി, ബെൻസ്, BMW, റേഞ്ച് റോവർ, പിന്നെ 7 സീറ്റർ നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റ ഉണ്ട്. പിന്നെ ചെറിയ ബഡ്ജറ്റിലുള്ള വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് മൻസൂർ ഭായ് ആണ്. എന്തൊക്കെയുണ്ട് മൻസൂർ ഭായ്? സുഖമല്ലേ? പിന്നെ ഇവിടെ ഒറിജിനൽ കേരള വണ്ടികളാണോ അല്ല എങ്ങനെയാണ് ഇത്? നമ്മുടെ അടുത്ത് രണ്ട് സ്റ്റോക്ക് ഉണ്ട്. ഒറിജിനൽ കേരള വണ്ടി ഉണ്ട്, പിന്നെ നമ്പർ ആക്കിയ വണ്ടി, ചേഞ്ച് ചെയ്ത വണ്ടികളുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയാ, ഒക്കെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുള്ള വണ്ടിയിട്ടാണ്, പ്രീമിയം കാർസുകളോ. അതായത് അതർ സ്റ്റേറ്റ് വണ്ടികളാണെങ്കിലും ഇവര് എല്ലാ ഭാഗവും ചെക്ക് ചെയ്ത് അവിടുന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് സെയിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വണ്ടികൾക്കും ഹിസ്റ്ററി, കിലോമീറ്റർ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാത്തിനും അവൈലബിൾ ആണ്. പിന്നെ മാക്സിമം ഇവിടെ എത്ര വണ്ടികളുണ്ട്? നമുക്ക് അറൌണ്ട് ഇപ്പൊ ഒരു 30-35 വണ്ടികൾ ഇപ്പൊ നിലവിലുണ്ട്. സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു 3-3.5 ലക്ഷം രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അപ്പോ നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് ബെൻസ് GL നമുക്ക് തുടങ്ങാം. ഓക്കെ. ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് നമുക്ക് വരുന്ന 2014 മോഡല് GL 200. ഓക്കെ. ഇത് നമുക്ക് നമ്പർ ആയതാണ്, ഇവിടെ ടാക്സ് ആയതാണ്, കൊണ്ടോട്ടിക്ക് മാറിയില്ല. അതെ. 84 ടാക്സ് അടച്ച ഫാൻസി നമ്പർ ആണ്. അതെ, 7878 ഫാൻസി നമ്പർ കാര്യങ്ങളാണ്. ഇത് നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. പിന്നെ കിലോമീറ്റർ അറൌണ്ട് 1 അടുത്ത് ഓട്ടുണ്ട്. 1 lakh. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണ്. അതുകൊണ്ട് വന്ന വണ്ടി ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇത് നമുക്ക് റേറ്റ് ഫൈനൽ ആക്കിയിട്ട് നെറ്റ് ആക്കിയിട്ട് 13,90 ചെയ്യാം. 13,90 ചെയ്യാം. ഓക്കെ. ഇനിയിപ്പോ കസ്റ്റമർ ഇവിടെ വന്ന് ചെക്ക് ഒക്കെ ചെയ്ത് അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് കൊടുക്കും. എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വന്നിട്ട് നമുക്ക് ചെയ്യാം. എത്ര പൈസ ഉണ്ടെങ്കിൽ ഒക്കെ ഇതിപ്പോ നമുക്ക് ലോൺ വേണമെങ്കിൽ ലോൺ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഏകദേശം നമ്പറായ വണ്ടിയാണല്ലോ. നമുക്ക് ഒരു 10-12 വരെ നമുക്ക് ലോൺ ഫിനാൻസ് ചെയ്യാം. ഓഡി Q3 അല്ല? അതെ. ഇതെങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് നമ്മളത് Q3 2013 മോഡല്. കേരള വണ്ടിയാ? അല്ല, നമ്പർ ആയതാ. ചേഞ്ച് ചെയ്ത ടാക്സ് കാര്യങ്ങളൊക്കെ അടച്ച വണ്ടിയാണ്. KL 10 മലപ്പുറം ടാക്സ് ആയതാണ്. എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് നമുക്ക് അറൌണ്ട് 80,000 കിലോമീറ്റർ ഓടിയതാണ്. കറക്റ്റ് ഓട്ടായിരിക്കും. ജെന്യൂൻ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, അവൈലബിൾ ആണ്. പിന്നെ ഇത് ഓണർഷിപ്പ് നമുക്ക് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. പിന്നെ നമുക്ക് റേറ്റ് വരുന്നത് 11,40 ഫൈനലാക്കിയിട്ട് കൊടുക്കാൻ പറ്റും. നമ്പർ ആയ വണ്ടി കേട്ടോ, ടാക്സ് ചെയ്തോ. 11,40 ചോദിക്കുന്നത്. എന്തെങ്കിലും വില കുറയൂലേ? ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം ഈ ITR ഒക്കെ ഫയൽ ചെയ്യുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ എത്ര പൈസ വേണ്ടി വരും ഇറക്കാൻ? IT ഒക്കെ ഫയൽ ചെയ്യുന്ന മാക്സിമം ലോൺ കയറും. കാരണം നമ്പർ ചേഞ്ച് ആയ വണ്ടിക്ക് നമുക്ക് ഏകദേശം ഫുള്ള് കിട്ടും. 90% എന്തായാലും ചെയ്യാം. ബെൻസിന്റെ CLA ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇതെങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് CLA 200. ഇത് നമുക്ക് വരുന്നത് 18 മോഡലാണിത്. 18-20 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. 18 മോഡൽ 20 രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. PY ആണ്, പോണ്ടിച്ചേരി ഒറിജിനൽ PY ആണ്. ഇത് നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. ഇത് അറൌണ്ട് 58 അങ്ങനെ അറൌണ്ട് കിലോമീറ്റർ ഓടിക്കും. ജെന്യൂൻ വണ്ടി കേട്ടോ, നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി, പക്ക വണ്ടി. ഇത് നമുക്ക് റേറ്റ് ഫൈനൽ ആക്കിയിട്ട് നമുക്ക് 18,90 ഫൈനൽ ചെയ്യാം. 18,90 നമുക്ക് ഫൈനലാക്കി കൊടുക്കാൻ പറ്റും. അതെ. ഇവിടെ ഒരു പുലിമുരുകനെ പരിചയപ്പെടാം. റേഞ്ച് റോവർ ഇവോക്ക്. ഇതെങ്ങനെയാണ്? ഇത് റേഞ്ച് റോവർ ഇവോക്ക് 2014 മോഡല്. ഇത് വരുന്നത് ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ. ഇത് 1.22 ഡ്രിവൺ ഉണ്ട്, ഓടിയതാണ്. ഓക്കെ. ഷോറൂം ഹിസ്റ്ററി, സർവീസ് എല്ലാം പക്കയുണ്ട്. ഓക്കെ. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 19,90 ഫൈനലാക്കി ചെയ്യാം. 19,90 ഫൈനലാക്കി ചെയ്യാം. ഒറിജിനൽ കേരള വണ്ടി. ഫാൻസി നമ്പർ KL 57 കൊടുവള്ളി രജിസ്ട്രേഷൻ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടെ. പണം പോയിട്ട് പവർ വരട്ടെ.
ഇവിടെ ഒരു BMW 3 സീരീസ് അല്ലേ? അതെ. ഓക്കെ. ഇത് വരുന്നത് 2013 മോഡലാണ്. 3 സീരീസ് എം സ്പോർട്ട് ആണ്. ഓക്കെ. ഓക്കെ. അറൌണ്ട് 1 lakhന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. അതെ. ന്യൂ ഷേപ്പിൽ വരുന്നതാണ് 13. നമുക്ക് NOC റേറ്റിൽ വരുന്നത് 9.4 ചെയ്യാം. 9.4 NOCയിൽ ചെയ്യാം. നമ്പർ ആക്കിട്ടാ കൊടുക്കുക? അല്ല, NOCയിൽ നമ്മൾ 9.4 കൊടുക്കും. NOC അവർക്ക് എടുത്ത് കൊടുക്കും തന്നെ. അതെ. ഓക്കെ. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ബെൻസിന്റെ സി ക്ലാസ് C220 ആണ്. ഓക്കെ. ഇത് നമുക്ക് 15 മോഡലാണ് ഇത് വരുന്നത്. ഇത് നമ്പർ ആയ വണ്ടിയാണ്. ടാക്സ് അടച്ചതാണ്. ഓൾറെഡി നമ്പർ ആയിട്ടുണ്ട് കേരളത്തിൽ ടാക്സ് അടച്ച വണ്ടി. 460 അടുത്തോളം ടാക്സ് അടച്ച വണ്ടിയാണ്. ഫുൾ ക്ലിയർ ആണ്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ലൈവ് റണ്ണിങ് വണ്ടിയാണ്. അതെ. ഇത് നമുക്ക് 15 മോഡൽ ന്യൂ ഷേപ്പ് ആണ്. ഫ്ലോട്ടിംഗ് ടൈപ്പ് കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ന്യൂ ഷേപ്പിൽ വരുന്ന മോഡലാണ്. ഇത് നമുക്ക് റേറ്റ് വരുന്നത് നമുക്ക് ഫൈനൽ ആക്കിയിട്ട് ഒരു 18.70 ചെയ്യാം. 18.70 ചെയ്യാം. വീണ്ടും ഓടി Q3 ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഈ Q3 ഇവിടെ 4 പീസ് ഉണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് മോഡല്? ഇത് 2014 ഓടി Q3. ഇത് അറൌണ്ട് 62,000 ഓട്ടം ഓടി വണ്ടി. HR രജിസ്ട്രേഷൻ ആണ്. അതർ സ്റ്റേറ്റ് ആണ്. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 8.90 ഫൈനലാക്കി ചെയ്യാം. 8.90 കൊടുക്കാം. അതെ ഓഫർ ആക്കിയിട്ടുള്ള റേറ്റ് ആണ്. NOC അല്ലേ? NOC. ടാക്സ് വേറെ വരും. ടാക്സി പിന്നെ സെപ്പറേറ്റ് വരും. നമുക്ക് NOC അവർക്ക് എടുത്ത് കൊടുത്തിട്ട് ആ റേറ്റ് ചെയ്യാം. ബെൻസ് C220 അല്ലേ? അതെ. ഇത് C220 ഒറിജിനൽ കേരള വണ്ടിയാണ്. ഫാൻസി നമ്പർ കേരള KL2 കൊല്ലം രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ്. ഇത് 15 മോഡൽ തന്നെ. സെയിം വൈറ്റിന്റെ സെയിം തന്നെയാണ്. ഇത് ഒറിജിനൽ കേരള തേർഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. ഇത് നമുക്ക് റേറ്റ് വരുന്നത് നമുക്ക് 19.70 നമുക്ക് ഫൈൻ ചെയ്യാം. 19.70. ഓക്കെ. റിനോൾട്ടിന്റെ ഡസ്റ്റർ ആണ്. ഇതെങ്ങനെയാണ് മോഡല്? ഇത് 2018 മോഡലാണ്. നവംബർ വണ്ടിയാണ്. ഇത് നമുക്ക് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത്. ഇത് അറൌണ്ട് ഓട്ടം 65-68 അറൌണ്ട് ഓടിയിട്ടുണ്ട്. പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് CVT ആണ്. അതെ. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 6.90 ഫൈനൽ ചെയ്ത് കൊടുക്കും. 6.90 കൊടുക്കാം. ലോൺ മാക്സിമം കയറും. ഇത് വില കുറച്ച് കൊടുക്കൂലേ? വില ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാം. മാക്സിമം ഫുള്ളി ലോണിൽ ഇറക്കാൻ പറ്റുമോ ഈ വണ്ടി? ഇവിടെ നമുക്ക് ഫോർച്യൂണർ 2010 മോഡല്. ഓക്കെ. അത് നമ്പർ ആയ വണ്ടിയാണ്. റിന്യൂവൽ 5 കൊല്ലത്തെ റിന്യൂവൽ ഇപ്പൊ പുതിയത് എടുത്തിരിക്കണ്. അലോയ്സ് കാര്യങ്ങൾ എക്സ്ട്രാ ഉണ്ട്. ഇത് നമുക്ക് ഫൈനൽ റേറ്റ് ആയിട്ട് 7.90 ചെയ്യാം. 7.90 കൊടുക്കാം. ഇത് 4x4 മാനുവൽ. ഓക്കെ. അടുത്ത നമുക്ക് റേഞ്ച് റോവർ നോക്കാം. അത് ലാൻഡ് റോവർ. ലാൻഡ് റോവർ 2012 ഒറിജിനൽ കേരള. അത് ഓണർഷിപ്പ് 5 ഉണ്ട്. KL 60 വരുന്ന വണ്ടിയാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് നിങ്ങളുടെ നാട്ടിലാണ്. പിന്നെ വണ്ടി നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഒറിജിനൽ കേരള ഡീസൽ ഓട്ടോമാറ്റിക് 4x4 ആണ് വരുന്ന വേരിയന്റ്. ഓക്കെ. അത് നമുക്ക് റേറ്റ് 8.90 ഫൈനലാക്കി. 5 ഓണർഷിപ്പ് ആട്ടോ. ലോൺ കയറൂല. 3 സീരീസ് നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ്? ഇത് BMW 3 സീരീസ് 2016 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. ഇത് 1.20 ഓട്ടം ഉണ്ട്. ഓക്കെ. ജെന്യൂൻ വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി നമ്മളെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ. ജെന്യൂൻ ആണ്. ഇത് നമുക്ക് ഫൈനലാക്കിയിട്ട് 12.40 ചെയ്യാം. 12.40 നെറ്റ് നെഗോഷ്യബിൾ അല്ലേ? NOCയിലാണ്. 16 മോഡൽ ഉണ്ട്. ഓക്കെ. വില കുറച്ച് കൊടുക്കില്ല. ചെറുതായിട്ട് എന്ത് ചെയ്യാം. ഇവിടെ ഒരു പെജറോ സ്പോർട്ട് നമുക്ക് നോക്കാം. ഇത് എങ്ങനെയാണ് മോഡൽ? പെജറോ സ്പോർട്ട് ഇത് 2012 മോഡലാണ്. ഒറിജിനൽ കേരള ആണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇത് 2 സംതിങ് ഓട്ടം ഉണ്ട്. ഓക്കെ. പിന്നെ ഇത് നമുക്ക് ചോദിക്കുന്നത് ഇവിടെ 90 ചോദിക്കുന്നത്. 90 ഫൈനൽ റേറ്റ്. വില നെഗോഷ്യബിൾ അല്ല. ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ. പിന്നെ അടുത്തത് നമുക്കൊരു A4 ഓടി. ഇവിടെ നേവി കളറിൽ വരുന്ന ഓടി A4 അല്ല? അതെ. ഇതെങ്ങനെയാണ്? ഇത് 2014 ഡിസംബർ വണ്ടിയാണ്. നമ്പർ ആയതാണ്. KL നമ്മൾ കോഴിക്കോട് രജിസ്ട്രേഷനിൽ നമ്പർ മാറിയ വണ്ടിയാണ്. ഓക്കെ. ഇത് നമുക്ക് ഓടിയത് 85ന്റെ അടുത്ത് ഏകദേശം ഓട്ടോ ഓടിയത്. കാര്യങ്ങളൊക്കെ ഉള്ളത് കോഴിക്കോട് രജിസ്ട്രേഷനിൽ യൂസ് ചെയ്ത ക്വാളിറ്റിയാണ്. ഹൈ ക്വാളിറ്റിയാണ്. എത്ര കൊടുക്കാം? എങ്ങനെ വില നമുക്ക് വരുന്നത് 11.40 ചെയ്യാം. 11.40 ചെയ്യാൻ പറ്റും. ബെസ്റ്റ് പ്രൈസ് ആയിട്ട്. ഇന്നോവ ക്രിസ്റ്റ നമുക്ക് നോക്കാം. ഇത് എങ്ങനെയാണ് മോഡൽ? ഇത് 2017 ഒറിജിനൽ കേരള വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. ഇത് മാനുവൽ ഓട്ടോമാറ്റിക് സെഡ് ഓട്ടോമാറ്റിക്. 17 ഓട്ടോമാറ്റിക്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ഏറ്റവും ടോപ്പ് എൻഡ് വെഹിക്കിൾ. സിംഗിൾ ഓണർഷിപ്പ് കേട്ടോ. ഇത് 1.80 ഓട്ടം ഉണ്ട്. ഷോറൂം ഹിസ്റ്ററി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഒക്കെ പക്കാ വണ്ടിയുള്ള ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കേരള വണ്ടി. ഒറിജിനൽ കേരള. നമുക്ക് റേറ്റ് ഫൈനലായിട്ട് ഒരു 19.70 ചെയ്യാം. ഫൈനലായിട്ട് ചെയ്യാൻ പറ്റില്ല. 17 വണ്ടിയാണ്. സെഡ് ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും ടോപ്പ്. ചോദിച്ചെത്ര? 19.70 ആണ് ചോദിച്ചത്. സിംഗിൾ ഓണർഷിപ്പ് കേട്ടോ. വില നെഗോഷ്യബിൾ അല്ലേ? ചെറുതായിട്ട് എന്തെങ്കിലും. ഒരേ ഒരു ഓണറിലാണ് വണ്ടി.
ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് Q3 2013 മോഡലാണ്. 2013 മോഡൽ ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ അല്ല, നമ്പർ ആയ വണ്ടി. 13-14 രജിസ്റ്റർ ആണ് വണ്ടി. അത് നമുക്ക് ഓണർഷിപ്പ് 3rd ഓണർഷിപ്പ് ഉണ്ട്. പിന്നെ കിലോമീറ്റർ അറൌണ്ട് 1 lakh ഓടിയിട്ടുണ്ട്. നമ്പർ ആയ വണ്ടിയാ. KL 85 നമ്പർ ആയ ഫറോക്ക് രജിസ്ട്രേഷനിൽ നമ്പർ ആയ വണ്ടിയാണ്. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 10.40 നമുക്ക് ചെയ്യാം. 10.40 ചെയ്യാൻ പറ്റും. അതായത് ടാക്സ് അടച്ച വണ്ടിയാട്ടോ. ഓക്കെ. എന്തെങ്കിലും വില കുറയൂലേ? ഇത് ഫൈനൽ റേറ്റ് ആക്കിയിട്ട് നമ്മൾ ഇടുന്നതാണ്. എന്തെങ്കിലും ചെറുത് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്തു. ഓക്കെ. ഇവിടെ ഒരു കിയാന്റെ സോണറ്റ് വണ്ടി. സോണറ്റ് അത് മോഡൽ എത്രയാണ്? അത് നമുക്ക് 2020. ഓക്കെ. 3rd ഓണർഷിപ്പ്. 3ാമത്തെ ഓണർ. അതെ, ഒറിജിനൽ കേരള വണ്ടി. എത്ര ഓടിയിട്ടുണ്ടാവും? അത് നമുക്ക് കിലോമീറ്റർ വരുന്നത് 70 കിലോമീറ്റർ. ഏറ്റവും ടോപ്പ് എൻഡ് വെഹിക്കിൾ ആട്ടോ. ടോപ്പ് GT ലൈൻ എന്ന് പറഞ്ഞ വേരിയന്റ്. അതായത് 16 IMT ആണ്. ക്ലച്ച് ഇല്ലാത്ത റേറ്റ്. അതായത് ഡീസൽ അല്ല, പെട്രോൾ 16 രൂപ വരുന്ന ഷോറൂം റേറ്റ് വരുന്ന വണ്ടിയാണ്. നമുക്കിപ്പോ ഫൈനൽ ആക്കിയിട്ട് നമുക്കൊരു 8.30 ചെയ്യാം. 8.30 ചെയ്യാൻ പറ്റും. റേറ്റ് ചെയ്യാം. 2022 മോഡൽ. 20 ഫുൾ ഓപ്ഷൻ വണ്ടി. ഏറ്റവും വെന്റിലേറ്റർ, സീറ്റ്, എല്ലാ കാര്യങ്ങളും, സൺറൂഫ്, അലോയ്സ് ഒക്കെ വരണം. കമ്പനി എല്ലാ സെറ്റപ്പും ഉള്ളത്. GT ലൈൻ എന്ന് പറഞ്ഞാൽ 8.30. പിന്നെ ടെറാണോ ഡീസൽ, നിസാൻ ടെറാണോ. അത് നമുക്ക് 14 മോഡലാണ് വരുന്നത്. അത് നമ്പർ ആയ വണ്ടിയാണ്. അത് നമുക്ക് 1 ലക്ഷത്തിന്റെ മുകളിൽ ഓടിയിട്ടുണ്ട്. ടാക്സ് ആയ വണ്ടിയാണ് അവിടെ. അത് നമുക്കൊരു 3.5 രൂപയ്ക്ക് ഫൈനലാക്കി ചെയ്യാം, കൊടുക്കാൻ പറ്റും. ഡീസൽ കേട്ടോ. വണ്ടി 85. വണ്ടി എന്ത് പാടത്? വണ്ടി കുഴപ്പമൊന്നുമില്ല. മെക്കാനിക്കലൊക്കെ റണ്ണിംഗ് ഒക്കെ ഉഷാറാണ്. MGന്റെ ഹെക്ടർ നമുക്ക് നോക്കാം. അതെ, അതാണ് മോഡൽ. 2021 മോഡലാണ്. MG ഹെക്ടർ പ്ലസ് ആണ്. പ്ലസ് എന്ന് പറഞ്ഞാൽ 7 സീറ്റ് ആയിട്ട് വരുന്ന. ഡീസലില് മാനുവൽ 7 സീറ്റ് ആണ്. ഡീസലില് മാനുവൽ ഓപ്ഷൻ ആണ്. ഇപ്പൊ 7 സീറ്റ് ആണ്. ഏതൊക്കെയാണ് നമുക്ക് ഇവിടെ കാണിക്കാനുള്ളത് സ്റ്റോക്ക്? നമ്മുടെ അടുത്തുള്ളത് കമ്മിയാണ്. 7 സീറ്റ് ഉള്ളത്. പിന്നെ XUV ഉണ്ടായിരുന്നു, അത് ഇതായി സോൾഡ് ആയി. പിന്നെ നമ്മളെ ഇപ്പൊ സ്റ്റോക്ക് ഉള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞോളൂ. ഇത് MG ഹെക്ടർ പ്ലസ് നമുക്ക് വരുന്ന 2021 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നതാണ്. അത് 25,000 ആകെ ഓടിയിട്ടുള്ളൂ. അത്ര ലോ കിലോമീറ്റർ. വാറന്റി അണ്ടർ വാറന്റി ബാലൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കമ്പനി വാറന്റി ഉണ്ടോ ഡൗട്ട് ഉണ്ട്. ഓക്കെ. അത്രയും ക്വാളിറ്റി വണ്ടി, ഹൈ ക്വാളിറ്റി. ഇത് നമുക്ക് റേറ്റ് വരുന്നത് നമുക്കൊരു 15.90 നമുക്ക് ഫൈനൽ ചെയ്യാം. ലോൺ മാക്സിമം കയറും. ഫുൾ ലോൺ നമുക്ക് ഒരു 14-15 വരെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഹോണ്ടന്റെ CR-V പരിചയപ്പെടാം. ഇത് എങ്ങനെയാണ് മോഡൽ? ഹോണ്ടന്റെ CR-V ഇത് വരുന്ന മോഡല് 2011 വണ്ടി. ഓക്കെ. അന്നത്തെ 15-16 കുറഞ്ഞ വണ്ടിയാണ്, പക്ഷെ ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. റയർ പീസ് നല്ല വില വരുന്ന വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സൺറൂഫ് കാര്യങ്ങൾ, ഓട്ടോമാറ്റിക് പെട്രോൾ ആണ് വേരിയന്റ്. ഓക്കെ. 4 പുതിയ പുത്തൻ ടയർ അതിലുണ്ട്, അൺയൂസ്ഡ് ആണ്. ഓക്കെ. നമുക്ക് കിലോമീറ്റർ വരുന്നത് 93-95 അറൌണ്ട്. ഒറിജിനൽ കേരള. ഓണർഷിപ്പ് നമുക്ക് വരുന്നത് 4th or 5th ആണ് ഓണർഷിപ്പ്. അത് വരുന്നുണ്ട്. മോഡല് 11 മോഡലിന്റെ ഓണർഷിപ്പ് നോക്കിയിട്ട് വണ്ടി ഹൈ ക്വാളിറ്റി ആണ്. ക്വാളിറ്റി നല്ല ഹൈ ക്വാളിറ്റി. അത് നമുക്ക് റേറ്റ് വരുന്നത് ഫൈനലായിട്ട് 3.90 ചെയ്യാം. അതെ. ലോൺ കയറൂല കേട്ടോ. ലോൺ കിട്ടൂല. ലോൺ ക്രിസ്റ്റ നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ്? അത് ഇന്നോവ ക്രിസ്റ്റ നമുക്ക് ഒറിജിനൽ കേരള വണ്ടിയാണ്. 2017 G4 ആണ്. വൈറ്റ് കളർ. ഓക്കെ. ഇത് നമുക്ക് വരുന്നത് 3rd ഓണർഷിപ്പ് ആണ്. മാനുവൽ വണ്ടി. ഒറിജിനൽ കേരള. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. 1.80 അടുത്ത് അറൌണ്ട് ഷോറൂം ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. 10,000 അമാനയിൽ സർവീസ് ഉള്ള വണ്ടിയാണ്. ടയോട്ട സർവീസ്. ഓണർഷിപ്പ് 3rd. ഓക്കെ. ഇല്ല, വേറെ റീപ്ലേസ് മെയിൻ ഗ്ലാസ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ ഹിസ്റ്ററിയിലുള്ള മെയിൻ ഗ്ലാസ് ഉണ്ട്. അത് ചെറിയ ക്രാക്ക് വന്നിട്ട് മാറ്റിയതാണ്. ഹിസ്റ്ററിയിലുണ്ട് അവൈലബിൾ. വേറെ മേജർ ഒന്നുമില്ല. നമ്മൾ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വെക്കണമാണ്. ഷോറൂമിൽ വെക്കണ വണ്ടിയാണല്ലോ. എത്ര കൊടുക്കാം? നമുക്കത് ഫൈനലായിട്ട് 14.80 നമുക്ക് ഫൈനലാക്കി ചെയ്യാം. 14.80 ഒറിജിനൽ കേരള 2017 മാനുവൽ വണ്ടി. അതെ. ആവശ്യക്കാരുണ്ടെങ്കിൽ ലോൺ നമുക്ക് മാക്സിമം ചെയ്യാം. മാക്സിമം 14 വരെ ലോൺ ചെയ്യാം. ഓക്കെ. ഇവിടെ നമുക്ക് ടൊയോറ്റന്റെ കൊറോള അൾട്ടിസ്, ഒരു ആഡംബര കാർ അല്ലേ? ഇതെങ്ങനെയാണ്? ഇത് നമുക്ക് 2014 മോഡലാണ്. അതർ സ്റ്റേറ്റ് ആണ്. വണ്ടി. പെട്രോൾ വേരിയന്റ് ആണ്. 1.8 ലിറ്റർ വരുന്ന പവർ വരുന്ന അതിന്റെ വേരിയന്റ് ആണ്. ഓക്കെ. അത് നമുക്ക് മാനുവൽ. ഇത് നമുക്ക് NOC-യിൽ നമുക്കൊരു 4.25 ചെയ്ത് കൊടുക്കാം. 4.25 NOC ചെയ്യാം. ഓക്കെ. NOC നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. എത്ര മോഡൽ പറഞ്ഞു? 2014 മോഡൽ. വേറെ എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങൾ? ഇല്ല, ഇതൊക്കെ അതർ സ്റ്റേറ്റ് നമുക്ക് വന്ന വണ്ടിയാണ്. ആവശ്യക്കാരെ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് നോക്കിക്കോളൂ കേട്ടോ. B ക്ലാസ് ആണ്. അതെ. അത് നമുക്ക് വരുന്നത് 2012 മോഡലാണ്. ബെൻസ് B ക്ലാസ് ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള
പെട്രോൾ ആണ് വേരിയന്റ്. അത് നമുക്ക് റേറ്റ് വരുന്നത് 8.5 നമുക്ക് ഫൈനലാക്കി കൊടുക്കാം. 8.5 കൊടുക്കാം. അതില് 62,000 ഓടിയിട്ടുള്ളൂ വണ്ടി. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ്, ജെന്യൂൻ ഓട്ടം കാര്യങ്ങളുള്ള വണ്ടിയാണ്. ഓക്കെ, നമ്മൾ ചെയ്തു.